കഴിഞ്ഞ ക്ലാസ്സില് സെക്കൻഡ് മൊഡ്യൂളിലെ മൈക്രോ ആർക്കിടെക്ചർ ആൻഡ് ഫോർ കോർ എലമെന്റ്സ്, ഫോർ സ്റ്റേറ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റേറ്റ്സ് എന്താണ്, ഇൻസ്ട്രക്ഷൻ സെറ്റുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ് സ്റ്റേറ്റ്സിന്റെ ഇൻപുട്സ് ഔട്ട്പുട്സ് കാര്യങ്ങൾ വരുന്നത്, അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഈ സ്റ്റേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിൽ ഡിസൈൻ പ്രോസസ്സായ ഡേറ്റാ പാത്ത് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് ഡേറ്റാ പാത്ത് എന്ന് പറയുന്ന പോർഷൻ വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കവർ ചെയ്യണം എന്നുള്ള രീതിക്ക്. സോ അതിനകത്തൊരു 3-4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നുള്ളൂ. അതിന് മുന്നേ നമുക്ക് ആദ്യം പെർഫോമൻസ് അനാലിസിസ് ഓഫ് എ പ്രോസസർ, എങ്ങനെയാണ് ഒരു പെർഫോമൻസ് അനാലിസിസ് ഫൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നത്, ഒരു പ്രോസസറിന്റെ പെർഫോമൻസ് അനാലിസിസ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ആദ്യം വരുന്നത് ഒരു പ്രോസസ്സർ നിർമ്മിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സറിന്റെ ആർക്കിടെക്ചറിന് ആവശ്യമായി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഹാർഡ്വെയർസ് അതിന് റിക്വയർഡ് ആണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടെക്നോളജീസ് ആണ് നമ്മൾ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ക്ലോക്ക് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമ്പർ ഓഫ് കോഴ്സിനെ അനുസരിച്ചുകൊണ്ടാണ് മൈക്രോ പ്രോസസേഴ്സ് മേക്കേഴ്സ് അവരുടെ പ്രോഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് റേറ്റ് പറയുന്നത്. മോസ്റ്റ് മീനിങ്ഫുൾ മെഷർ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂഷൻ ടൈം ഓഫ് എ പ്രോഗ്രാം തന്നെയാണ്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ തന്നെയാണ് അവിടുത്തെ എന്ത് പറയുന്നത്? മോസ്റ്റ് മീനിങ്ഫുൾ മെഷർ ഓഫ് എ പെർഫോമൻസ്. ഒരു പ്രോസസറിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്, എക്സിക്യൂഷൻ ടൈം ഓഫ് എ പ്രോഗ്രാം ആണ്. ഒരു പ്രോഗ്രാമിനെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എന്തായിരിക്കും? ഹയസ്റ്റ് പെർഫോമൻസ് എന്ന് നമ്മൾ പറയുന്നു. സോ ഹയസ്റ്റ് പെർഫോമൻസ് ഉള്ളതിനനുസരിച്ചുള്ള ടെക്നോളജീസ്, അതിനനുസരിച്ചുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? കോസ്റ്റ് കൂടുതലായിരിക്കും. സോ ഇനി നമുക്കൊരു ആക്ച്വൽ പ്രോഗ്രാം ഇല്ല, ലൈക്ക് എന്താണ്, ഒരു പ്രോസസറിന്റെ എക്സിക്യൂഷൻ ടൈം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയ ഒരു ആക്ച്വൽ പ്രോഗ്രാം അവിടെ ഇല്ല എങ്കിൽ നമ്മൾ അതിനോട് സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ആക്ച്വൽ പ്രോഗ്രാം നമുക്കൊരു പ്രോസസറിൽ ചെയ്ത് നോക്കാൻ പറ്റില്ലാത്ത സിനാരിയോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഇട്ട് കൊടുത്ത് അതിന്റെ പെർഫോമൻസ് അനുസരിച്ച് ആ പ്രോസസറിനെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സിമിലർ പ്രോഗ്രാംസിനെയാണ്, അതായത് ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് പോലെ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസിനെയാണ് ബെഞ്ച് മാർക്കുകൾ എന്ന് വിളിക്കുന്നത്. ഒരു പ്രോസസർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്? ബെഞ്ച് മാർക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിവിടെ 2 ടൈപ്പിലുള്ള ബെഞ്ച് മാർക്കുകൾ ഉണ്ട്. സിന്തറ്റിക് ബെഞ്ച് മാർക്കും ഉണ്ട്, റിയൽ ബെഞ്ച് മാർക്കും ഉണ്ട്. സിന്തറ്റിക് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഒരു പ്രോസസറിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ്? കോമൺലി യൂസ്ഡ് ഓപ്പറേഷൻസ് ആയ ലൂപ്പും അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസും ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിഫിഷ്യൽ പ്രോഗ്രാം നമ്മൾ എഴുതിയെടുക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ട്രൈസ്റ്റോൺ, കോർമാർക്ക് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ പ്രോഗ്രാമുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രോസസറിന്റെ പെർഫോമൻസ് അനാലിസിസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസിനെയാണ് ഈ സിന്തറ്റിക് ബെഞ്ച് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ റിയൽ ബെഞ്ച് മാർക്ക് ഉണ്ട്. റിയൽ ബെഞ്ച് മാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? റിയൽ പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാംസിനെ റൺ ചെയ്യുന്നു, അതിന്റെ എക്സിക്യൂഷൻ എത്രത്തോളം ടൈം എടുക്കുന്നു, അതനുസരിച്ച് നമ്മൾ പ്രോസസറിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള റിയൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നു റിയൽ ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കുന്നു. സോ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോസസറിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുകിൽ റിയൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആകാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം ആകാം. അങ്ങനെ 2 ടൈപ്പിലുള്ള ബെഞ്ച് മാർക്കാണ് ഒരു പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഇനി ഒരു പ്രോസസറിന്റെ എക്സിക്യൂഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസ് ദെൻ സെക്കൻഡ്സ് പെർ സൈക്കിൾ ആയിരിക്കും. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് വരും. കാരണം ഇത്ര ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾ പെർഫോം ചെയ്യും, അതുപോലെ തന്നെ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ഇത്രയാണ്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ സെക്കൻഡ്സ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സ് തന്നു കഴിഞ്ഞാൽ അതിനെ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അപ്പൊ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ആണ് ഹാഷ് ഇൻസ്ട്രക്ഷൻ അഥവാ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരു പ്രോസസറിന്റെ ആർക്കിടെക്ചറിൽ നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൽ എത്രത്തോളം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സിക്യൂഷൻ ടൈം വരുന്നത്. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് അവിടെ വരുന്ന സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്നുള്ള കണ്ടന്റ് ആണ്. സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രൂപുട്ടിന്റെ ഓപ്പോസിറ്റ്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾ ആണ്. ഒരു സൈക്കിളിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് വരും അതാണ് അതിന്റെ ആക്ച്വലി എന്ന് പറയുന്നത് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നതാണ് ഈ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസ് എന്ന കണ്ടന്റ് വരുന്നത്. ദെൻ മൂന്നാമത്തതാണ് എന്ത്? നമ്പർ ഓഫ് സെക്കൻഡ്സ് പെർ സൈക്കിൾ. ദാറ്റ് ഈസ് എ ക്ലോക്ക് പീരീഡ്. ക്ലോക്ക് പീരീഡ് TC എന്ന് പറഞ്ഞുള്ള ഇൻഡിക്കേറ്റ് ചെയ്യും. ആ TC എത്രയാണോ വരുന്നത് അതിനാണ് സെക്കൻഡ്സ് പെർ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസ് അല്ല ഇൻസ്ട്രക്ഷൻ, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ എന്താണ്? സെക്കൻഡ്സ് പെർ സൈക്കിൾ എത്രയാണെന്നൊരു വാല്യൂസ് എന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം?
മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സിക്യൂഷൻ ടൈം കിട്ടുന്നത്. സോ ആ എക്സിക്യൂഷൻ ടൈമിന്റെ പർട്ടിക്കുലർ ഇക്വേഷൻ നിങ്ങൾ നോക്കി വെക്കണം. നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസ്, ദെൻ സെക്കൻഡ്സ് പെർ സൈക്കിൾ ആണ് വരുന്നത്, സെക്കൻഡ്സ് പെർ സൈക്കിൾ. ഇനി പിന്നെ പറയുന്നത് മൈക്രോ ആർക്കിടെക്ചറിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോ ആർക്കിടെക്ചേഴ്സിനെ 3 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. RISC-V ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ സൈക്കിൾ എന്നും മൾട്ടി സൈക്കിൾ എന്നും പൈപ്പ് ലൈൻ എന്നും. സിംഗിൾ സൈക്കിള്, മൾട്ടി സൈക്കിള്, പൈപ്പ് ലൈൻ. അപ്പൊ ആദ്യം നമ്മൾ പെർഫോമൻസ് അനാലിസിസിനെ കുറിച്ചാണ് പറഞ്ഞത്. പെർഫോമൻസ് അനാലിസിസിന്റെ ബെഞ്ച് മാർക്ക് എന്താന്ന് പറഞ്ഞു, പെർഫോമൻസ് അനാലിസിസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ബെഞ്ച് മാർക്ക് 2 ടൈപ്സ് ഉള്ള പ്രോഗ്രാംസ് ഉണ്ട്, റിയൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് പെർഫോമൻസ് അനാലിസിസിന്റെ എക്സിക്യൂഷൻ ടൈമിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസ് പെർ ഇൻറ്റു എന്താണ് സെക്കൻഡ്സ് പെർ സൈക്കിൾ ആയിരിക്കും അവിടുത്തെ പർട്ടിക്കുലർ എന്താ പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇക്വേഷനിൽ ആ പർട്ടിക്കുലർ വാല്യൂസ് ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്യാൻ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. പിന്നെ നമുക്ക് പറയുന്നതാണ് മൈക്രോ ആർക്കിടെക്ചേഴ്സിനെ. മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ ലെവൽ റെപ്രസെന്റേഷൻ ഓഫ് ആർക്കിടെക്ചർ ആണ്. ഒരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് എ കമ്പ്യൂട്ടർ ഡു, അത് എങ്ങനെയൊക്കെ ചെയ്യാം. ലൈക്ക് എത്ര ടൈപ്പിലുള്ള മൈക്രോ ആർക്കിടെക്ചേഴ്സ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ലോ ലെവൽ ഓഫ് ആർക്കിടെക്ചർ സിസ്റ്റംസ് ഉണ്ട്. അങ്ങനെ മൈക്രോ ആർക്കിടെക്ചർ മൂന്നായിട്ട് മെയിൻലി 3 ടൈപ്സ് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് സിംഗിൾ സൈക്കിൾ, സെക്കൻഡ് വൺ ആണ് മൾട്ടി സൈക്കിൾ, തേർഡ് വൺ ആണ് പൈപ്പ് ലൈൻ. സിംഗിൾ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റയർ ഇൻസ്ട്രക്ഷന് ഒരു സിംഗിൾ സൈക്കിളിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു സിംഗിൾ സൈക്കിൾ മൈക്രോ ആർക്കിടെക്ചർ എക്സിക്യൂട്ട് ആൻ എൻറ്റയർ ഇൻസ്ട്രക്ഷൻ ഇൻ എ സിംഗിൾ സൈക്കിൾ. ഒരു സിംഗിൾ സൈക്കിളിൽ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ, അതാണ് സിംഗിൾ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്, അതായത് സിമ്പിൾ കൺട്രോൾ യൂണിറ്റ് ആണെന്നൊക്കെ പറയുന്നു. ഇനി അതിന്റെ സൈക്കിൾ ടൈം എന്ന് പറയുന്നത് സ്ലോവസ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് ഏറ്റവും പതിയെ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് നടക്കുന്നത് അതായിരിക്കും ഒരു ക്ലോക്ക് സൈക്കിൾ ആയിട്ട് എടുക്കുന്നത്. കാരണം ഒരു ക്ലോക്ക് സൈക്കിൾ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും സ്ലോ ആയിട്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതായിരിക്കും അവിടുത്തെ ക്ലോക്ക് ടൈം എന്ന് പറയുന്നത്. പിന്നെ സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ്, ഡാറ്റ മെമ്മറീസ് ഒക്കെ വേണമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് മൾട്ടി സൈക്കിൾ. മൾട്ടി സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻസ്ട്രക്ഷൻസിനെ ഒരു പർട്ടിക്കുലർ സീരീസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സൈക്കിൾസിലൂടെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് മൾട്ടിപ്പിൾ സൈക്കിളോ ക്ലോക്ക് സൈക്കിൾസ് എടുക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് മൾട്ടി സൈക്കിളിനകത്ത് വരുന്നത്. മൾട്ടി സൈക്കിളിനകത്ത് നമുക്ക് ഹാർഡ്വെയർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം ബൈ റീയൂസിംഗ് ദ ഹാർഡ്വെയർ ബ്ലോക്സ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ മൾട്ടി സൈക്കിൾ പ്രോസസർ എക്സിക്യൂട്ട് ഓൺലി 1 ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ബട്ട് ഈച്ച് ഇൻസ്ട്രക്ഷൻ ടേക്ക് മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ. ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ് അവിടെ നടക്കുന്നുള്ളൂ, പക്ഷെ ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ക്ലോക്ക് സൈക്കിൾ ഡിഫറെന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. അതാണ് അവിടുത്തെ പ്രോസസ് എന്ന് പറയുന്നത്. എന്നാൽ പൈപ്പ് ലൈൻ്റെ മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സിംഗിൾ സൈക്കിൾ പ്രോസസ് ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുവരികയാണ്. പൈപ്പ് ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അറ്റ് എ ടൈം പാരലലി 2-3 ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റുക. അതാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. സോ സെവറൽ ഇൻസ്ട്രക്ഷൻസിനെ സൈമൾട്ടേനിയസ്ലി ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സൈമൾട്ടേനിയസ്ലി ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, പൈപ്പ് ലൈനിങ് എന്ന് വിളിക്കുന്നത്. എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് പല ഇൻസ്ട്രക്ഷൻസിനെയും ഒരേ ടൈമിൽ തന്നെ പല ഇൻസ്ട്രക്ഷൻസിനെയും മറ്റേ ടൈം ലൈക്ക് എന്താണ് വർക്ക് ചെയ്യിക്കുന്ന ഒരു പ്രതിഭാസമാണ് പൈപ്പ് ലൈനിങ് മൈക്രോ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് സിംഗിൾ സൈക്കിളും പൈപ്പ് ലൈനും ആണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ആ സിംഗിൾ സൈക്കിൾ പ്രോസസറിനുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുവാണ്. സിംഗിൾ സൈക്കിൾ പ്രോസസറിനകത്ത് എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സിംഗിൾ സൈക്കിൾ ആണ് വരുന്നത്. സോറി, എക്സിക്യൂട്ട് 1 ഇൻസ്ട്രക്ഷൻ ഇൻ സിംഗിൾ സൈക്കിൾ. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെ അതിനൊരു സിംഗിൾ സൈക്കിൾ വേണ്ടി വരുന്നു. ഇനി നമ്മൾ പറഞ്ഞിരുന്നു മൈക്രോ ആർക്കിടെക്ചേഴ്സിന്റെ ഡിസൈൻ പ്രോസസ്സിനകത്ത് 2 കമ്പോണൻസ്, മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഡേറ്റ പാത്ത് ആണ്. ഡേറ്റ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആർക്കിടെക്ചറിൽ എങ്ങനെയാണ് ഡേറ്റ ഫ്ലോ നടക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഡേറ്റ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്താണ് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ഡേറ്റ പാത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇന്ന സ്ഥലത്ത് ക്ലോക്ക് സിഗ്നൽ വരുന്നു, ഇന്ന സ്ഥലത്ത് റൈറ്റ് എനേബിൾ സിഗ്നൽ വരുന്നു, ഇന്ന സ്ഥലത്ത് റീഡ് സിഗ്നൽ വരുന്നു. സോ ആ സിഗ്നൽസ് ഏത് പ്രോസസ് അറ്റ് എ ടൈം ഏത് വർക്കാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നൽസ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ചും പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം സിംഗിൾ സൈക്കിൾ ഡേറ്റ പ്രോസസറിലെ ഒരു ഡേറ്റ പാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഭയങ്കര ക്വസ്റ്റ്യൻ ലൈക്ക് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പോൾ സിംഗിൾ സൈക്കിൾ പ്രോസസറിന്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം ഇവിടെ തന്നിരിക്കുന്നത്. 4 ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ആദ്യം അഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ട്. 0x100 ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, 0x1004 സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, 0x1008 തേർഡ് ഇൻസ്ട്രക്ഷൻ, ഫോർത്ത് ഇൻസ്ട്രക്ഷൻ 0x100C
അപ്പൊ ഇതെന്താണ് ആ 100, 104, 108, 100 സി ആ ഒരു കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അവിടെ ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ബിറ്റുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 32 ബിറ്റിന് നമുക്ക് 8 ബിറ്റ് വെച്ച് 4 ബൈറ്റ് ആക്കി മാറ്റാൻ പറ്റുന്നു. സോ ഒരു ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും വരുന്നത്. ആ കൺസെപ്റ്റിനാണ് ബൈറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെ അതനുസരിച്ചാണ് അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻസ്ട്രക്ഷൻ നോക്കാം. 100 എന്ന് പറയുന്ന പർട്ടിക്കുലർ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് L7 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന L7 എന്ന ലേബലിംഗ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? ജമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലേബൽ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിരുന്നു. സോ L7 എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന LW എന്ന ലോഡ് വേർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് വന്നിരിക്കുന്നത്. LW x6, -4 of x9. LW x6, -4 of x9 അതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ. ആദ്യം നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ ഏത് ടൈപ്പിൽ ബിലോങ് ചെയ്യുന്നത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ആ രജിസ്റ്റേഴ്സ് മാത്രം എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ അവിടെ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അവിടെ ഒരു ബ്രാഞ്ചിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ബി ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇനി അതല്ല അവിടെ ഒരു എന്താണ് സ്റ്റോർ വേർഡ് പോലുള്ള എസ് ടൈപ്പ് കാറ്റഗറി വരുന്നത് അതൊരു എസ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? x6, -4 of x9. അപ്പൊ അവിടെ -4 എന്ന് പറഞ്ഞ ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ x9 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനോട് ആഡ് ചെയ്തിരിക്കുകയാണ്. സോ അവിടെ -4 എന്നൊരു കോൺസ്റ്റന്റ് വാല്യൂ വന്നതുകൊണ്ട് തന്നെ അത് ഏത് കാറ്റഗറിയിലേക്ക് പോകും? ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ ടൈപ്പിലേക്ക് പോകുന്നു. സോ അവിടെ ടൈപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്തിനാണ് ടൈപ്പ് ഐഡന്റിഫൈ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇൻസ്ട്രക്ഷനെ ഒരു 32 ബിറ്റുള്ള വൺസിന്റെയും സീറോസിന്റെയും കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. ആ LW x6, -4 of x9 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ 32 ബിറ്റുള്ള 1 ആൻഡ് സീറോസിന്റെ കോമ്പിനേഷൻ ആക്കി നമുക്ക് എഴുതാൻ പറ്റണം. എങ്കിൽ മാത്രമേ അതിന് നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മെഷീൻ ലാംഗ്വേജ് ഫോർമാറ്റിലാണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സിസ്റ്റത്തിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റിനകത്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോഡിലാണ്. സോ ഈ ഹെക്സാഡെസിമൽ കോഡിലേക്ക് എങ്ങനെ എഴുതാം? ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് ഈ ഹെക്സാഡെസിമൽ കോഡ് എന്ന് പറയുന്നത്. എങ്ങനെ ഈ ഹെക്സാഡെസിമൽ കോഡിലേക്ക് എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ കണ്ടെത്തുന്നു. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഫീൽഡുകളെ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം 12 ഇമ്മീഡിയറ്റ് ഫീൽഡുകളും ഒരു സോഴ്സ് രജിസ്റ്ററും ഒരു ഫംഗ്ഷൻ കോഡും ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്റെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന CP ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കോഡും OP കോഡ് അഥവാ ഓപ്പറേഷൻ കോഡും വരുന്നു. പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ വരുന്നു. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഫീൽഡുകളായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനകത്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനകത്ത് ഐ ടൈപ്പ് ഉണ്ട്, ആർ ടൈപ്പ് ഉണ്ട്, എസ് ടൈപ്പ് ഉണ്ട്, ബി ടൈപ്പ് ഉണ്ട്. അതിന് ഓരോന്നിനും എന്താണ് ഓരോ രീതിയിലാണ് എന്തിരിക്കുന്നത് ഫീൽഡുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഇമ്മീഡിയറ്റ് ഫീൽഡിന് 12 ബിറ്റാണ് ഐ ടൈപ്പിൽ വരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ് ഫീൽഡിന് 13 ബിറ്റാണ് എസ് ടൈപ്പിൽ വരുന്നത്. അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്. പിന്നെ ആ ഒരു ഐ ടൈപ്പിനകത്ത് ഒരു RS1 ഒരു സോഴ്സ് രജിസ്റ്റർ വരുന്നുള്ളൂ, ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു ഫംഗ്ഷൻ കോഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ഓപ്പറേഷൻ കോഡ് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. ഇപ്പൊ ഐ ടൈപ്പിനകത്ത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് കണ്ടെത്തുന്നു. LW എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഐ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞത് എന്താണ് 12 ബിറ്റുള്ള ഫീൽഡാക്കി മാറ്റുന്നു. ഇനി ആ 12 ബിറ്റുള്ള ഫീൽഡിനകത്ത് എന്ത് വാല്യൂ കൊടുക്കും? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വൺസിന്റെയും സീറോസിന്റെയും കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതണം. പക്ഷെ എന്തിനെ എഴുതണം? ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താന്ന് നോക്കുക. LW x6, -4 of x9 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ -4 ആണ്. അവിടെ -4 ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സൈൻഡ് ബിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഈ -4 ഇമ്മീഡിയറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ 2's കോംപ്ലിമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. -4ന്റെ 2's കോംപ്ലിമെന്റ് നമുക്കറിയാം. 1's കോംപ്ലിമെന്റ് കാണാൻ എന്ത് എഴുതിയാൽ മതി? ആദ്യം -4ന്റെ വാല്യൂസ് എഴുതുന്നു, അതിനുശേഷം ആ 1 ഉള്ളത് 0യും 0 ഉള്ളത് 1 ആക്കി ചേഞ്ച് ചെയ്യുന്നു. ദെൻ -4ന്റെ 2's കോംപ്ലിമെന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 1's കോംപ്ലിമെന്റ് കണ്ടുവച്ചിരിക്കുന്നതിനോട് LSB സൈഡിൽ ഒരു 1 ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മള് ആദ്യം -4നെ എഴുതുന്നു. -4നെ എഴുതുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. 4 എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. 1 എഴുതിയിട്ട് 2 0 എഴുതുന്നതാണ് എന്ത് 4 എന്ന് പറയുന്നത്. സോ ആ 4നെ നമുക്ക് മൈനസ് ആക്കി എഴുതണമെങ്കിൽ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് MSB എന്ന് പറയുന്നത് 1 ആക്കി കൊടുക്കുന്നു. കാരണം സൈൻഡ് ആണ്. ആ ഏറ്റവും ലെഫ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ ഏറ്റവും MSB ആയിട്ടുള്ള ബിറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ് എപ്പോഴും അതിന്റെ സിഗ്നിഫിക്കേഷൻ സൈൻ പറയുന്നത്. ഇത് -4 ആയതുകൊണ്ട്
അവിടെ 1 കൊടുക്കുന്നു. ഇനി അതിനെ 12 ബിറ്റുകളാക്കി എഴുതണം. ഫോർ എക്സാമ്പിൾ 12 ബിറ്റുകളാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ 4 എന്ന് പറയുന്നത് 100 ആണ്. ഈ 4നെ ഞാൻ എന്ത് ചെയ്യുവാണ്, 12 ബിറ്റിനെ റെപ്രസെന്റേഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി എത്ര എണ്ണമായി, 3 എണ്ണമായി. ബാക്കി എത്ര എണ്ണം വേണം, 9 എണ്ണം വേണം. അപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡില് 1 2 3 4 5 6 7 8 9 0 ഇട്ട് കൊടുത്തതിന് ശേഷം ഈ 100 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 4 അല്ല -4നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് -4 എന്ന് പറയാൻ വേണ്ടിട്ട് ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ അപ്പൊ 1 ആക്കി മാറ്റുന്നു. ആ 1 ദെൻ 8 സീറോസ് 2 4 6 ഇതായിരിക്കും എന്റെ -4ന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഈ -4ന്റെ റെപ്രസെന്റേഷനെ ഞാൻ എന്ത് ചെയ്യണം, -4ന്റെ റെപ്രസെന്റേഷനെ 1's കോംപ്ലിമെന്റ് ചെയ്യുന്നു. 1's കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റുന്നു. അതായത് 0 ആയി മാറുന്നു. 1 1 0 കഴിഞ്ഞിട്ട് 8 1 കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ദെൻ 1 എന്നുള്ളത് 0 ആവുന്നു. 0 0 എന്നുള്ളത് 1 1 ആവുന്നു. ഇതാണ് 1's കോംപ്ലിമെന്റ്. ഈ 1's കോംപ്ലിമെന്റിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഈ 1's കോംപ്ലിമെന്റിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടൂസ് കോംപ്ലിമെന്റ് കിട്ടുന്നത്. എന്തിനാണ് ടൂസ് കോംപ്ലിമെന്റ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ -4 എന്നുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് അവിടെ നാച്ചുറൽ നമ്പർ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ആ -4നെ നമുക്ക് ഒരിക്കലും എന്താണ് അങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ മൈനസ് ഒക്കെ മാറ്റി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ 1's കോംപ്ലിമെന്റിന്റെ 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1's കോംപ്ലിമെന്റിനോട് 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായ 1നോടാണ് 1 ആഡ് ചെയ്യുന്നത്. അപ്പൊ 1 1 ചെയ്യുമ്പോൾ 0 ആവും. ദെൻ പിന്നെയും അവിടെ എന്ത് വരും, 1 ബാക്കി വരും. ആ 1 1 ആഡ് ചെയ്യുമ്പോൾ 0 ആവും. പിന്നെ നമുക്ക് 0നോട് 1 ആഡ് ചെയ്യുമ്പോൾ 1 ആവുന്നു. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ എഴുതാൻ പറ്റുന്നു. സോ അവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഈ 1 1 1 ഇവിടെ നമ്മൾ എന്താണ് ഇമ്മീഡിയറ്റ് IMM 11 to 0 മുതൽ 11 വരെ, അതായത് 12 ബിറ്റിനാണ്, ഒരു 12 ബിറ്റാണ് നമ്മുടെ എന്തിന് വരുന്നത്, ഇമ്മീഡിയറ്റ് വാല്യൂവിന് I ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിന് വരുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നു, ഈ -4 എന്നുള്ള ഒരു വാല്യൂ ആയതുകൊണ്ട് മാത്രമാണ് അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുത്ത് ഇവിടെ 12 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് വരുന്നതാണ് RS1 എന്ന് പറയുന്ന ഫീൽഡ്. RS1 എന്ന് പറയുന്ന ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മുടെ LW x6, -4 of x9 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനില് സോഴ്സ് രജിസ്റ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സോഴ്സ് രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, LW x6, -4 of x9 എന്ന് പറഞ്ഞാൽ x9 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ എന്താണോ ഉള്ളത് അതിനോടുകൂടി -4 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൊക്കേഷനിൽ നിന്ന് എന്താണോ വാല്യൂ റീഡ് ചെയ്യുന്നത് ആ വാല്യൂവിനെ x6 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് ആണ് ആ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ RS1 എന്ന് പറയുന്ന ഫീൽഡ്, അതായത് സോഴ്സ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഈ LW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം x9 ആയിരിക്കും. അപ്പൊ ആ x9നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, RISC-V പ്രോസസ്സറിനകത്ത് X0 മുതൽ X31 വരെ 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഇനി മുന്നോട്ട് പോകും തോറും ഈ രജിസ്റ്റേഴ്സിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ബിറ്റ് ഡിജിറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. 5 ബിറ്റ് വരുന്ന 5 ബിറ്റ് എന്ന് പറയുമ്പോൾ 1'ന്റെയും 0'ന്റെയും കോമ്പിനേഷൻ ആയിട്ട് 5 ബിറ്റ് വെച്ചായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ x9 ആണ്. x9 ആയതുകൊണ്ട് തന്നെ എന്താണോ അവിടെ കൂടെ വന്നിരിക്കുന്ന നമ്പർ, ഇപ്പൊ x9 9 ആണ്. ആ 9ന്റെ റെപ്രസെന്റേഷൻ എന്താണ്, 9ന്റെ ബൈനറി റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 1001 ആണ്. സോ ആ 1001 അത് എഴുതുന്നു. അതിനുശേഷം അതിനെ 5 ബിറ്റുകളാക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 0 പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ 01001 എന്ന് പറയുന്ന ഈ റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സോഴ്സ് രജിസ്റ്റർ ആയ x9ലെ 5 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ്. ആ 9നെ 1001 ആണ് നമ്മൾ എഴുതുക. അത് 5 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 0, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ ഒരു 0 ആഡ് ചെയ്യുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് LW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ എങ്ങനെയാണ് CPU ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. LW എന്ന് പറയുന്ന ലോഡ് വേർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ CPU ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഫംഗ്ഷൻ കോഡ് അഥവാ F3 എന്ന് പറയുന്ന 010യും ഓപ്പറേഷൻ കോഡ് അഥവാ OP എന്ന് പറയുന്ന ഈ 5 0 ഒരു 11 വരുന്നത്.
ഈ 5 0 ഒരു 1 1ഉം F3 ഒരു 0 1 0യും വന്നു കഴിഞ്ഞാൽ CPU മനസ്സിലാകും അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് SW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ കൊടുത്തിരിക്കുന്നതാണ് F3യും OPയും. അതുകൊണ്ട് തന്നെ നമുക്ക് F3യുടെ OPയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതായിരിക്കും. കാരണം നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷന്റെയും F3 എന്താണ്, OP കോഡ് എന്താണ്, അത് ഐഡന്റിഫൈ ചെയ്ത് കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷന്റെ F3 അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തരുന്നതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അത് നോക്കി ജസ്റ്റ് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് അവിടെ വരുന്ന ഒരു പോയിന്റ് ആണ് RD അഥവാ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് LW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, X6 ആണ്. X6ലേക്കാണ് നമ്മൾ ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആ X6ന്റെ വാല്യൂ ആണ് അവിടെ വരുന്നത്. 6 എന്ന് പറഞ്ഞാൽ 110 ആണ്. 110യുടെ കൂടെ 2 0 കൂടി ഇട്ട് കൊടുത്താലാണ് അത് ഒരു 5 ബിറ്റ് റെപ്രസെന്റേഷൻ ആവുള്ളൂ. നമ്മൾ എപ്പോഴും രജിസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് 5 ബിറ്റ്സ് വെച്ച് വേണം ചെയ്യാൻ. സോ RD എന്ന് പറയുന്ന ഫീൽഡിൽ അവിടെ വന്നിരിക്കുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ടാണ് ഈ ഫീൽഡുകൾ വരുന്നത്. ആ ഫീൽഡിന്റെ ഓർഡർ എന്താണോ ആ രൂപത്തിൽ തന്നെ മസ്റ്റ് ആയിട്ടും ഈ 32 ബിറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ആ ഫീൽഡിൽ വന്നിരിക്കുന്നത് 32 ബിറ്റുകൾ നമ്മൾ എഴുതി നോക്കണം. 32 ബിറ്റുകൾ എഴുതിയതിനു ശേഷം LSB സൈഡിൽ നിന്ന് നമ്മൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? കാരണം നമുക്ക് എന്താണ്, ഈ 32 ബിറ്റുള്ള ബൈനറി റെപ്രസെന്റേഷനെ ഒരു ഹെക്സാ ഡെസിമൽ റെപ്രസെന്റേഷൻ ആക്കിയാണ് മാറ്റേണ്ടത്. അപ്പൊ ഹെക്സാ ഡെസിമൽ റെപ്രസെന്റേഷൻ ആക്കണമെങ്കിൽ നമുക്കറിയാം 0 to എത്രയാണ്, 0 to F വരെ, F വരെ 0 മുതൽ F വരെയുള്ള വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. 0 മുതൽ ABCDEF വരെയുള്ള വാല്യൂസ് വെച്ച് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 4 വീതം ഈ 32 എന്നുള്ളതിനെ 4 LSB മുതൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് മുതൽ 4 ചങ്ക്സ് ആക്കി മാറ്റണം. ചങ്ക്സ് എന്ന് ഉദ്ദേശിച്ചാൽ കൂട്ടങ്ങളാക്കി മാറ്റണം. എന്നിട്ട് ഈ 4 വെച്ചുകൊണ്ട് അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ആദ്യത്തെ കേസിൽ ഇവിടെ 0011 ആണ് ആദ്യത്തെ ഫസ്റ്റ് 4 എന്ന് പറയുന്നത്. LSB സൈഡിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 0011 ആണ്. 0011നെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു 3 ആണ്. ഇനി പിന്നെ നമ്മൾ നോക്കുമ്പോൾ 4 എന്ന് പറയുന്നത് 0000 ആണ്. അപ്പൊ നമ്മൾ 0 തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെയും 1100 ആണ്. 1100 അല്ലെങ്കിൽ 0011 എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ 0101 1010 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മള് 2:0 2:1 ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഹെക്സാഡെസിമൽ കൺവേർഷൻ അറിയാമെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, റിഫ്രഷ് ചെയ്യണം. എന്നിട്ട് ഇതിനെ 4 ബിറ്റുകൾ വെച്ച് കൂട്ടമാക്കിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റണം. അങ്ങനെ നമുക്ക് ഇപ്പൊ I ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിന്റെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ S ടൈപ്പ് ഇൻസ്ട്രക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. ഈ R ടൈപ്പിനും B ടൈപ്പിനും നമ്മൾ അതങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം B ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇമ്മീഡിയറ്റ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. ആ ഒരു ലേബലിലേക്ക് പോയി അങ്ങനെ കണ്ടുപിടിച്ച് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ I ടൈപ്പിന്റെയും S ടൈപ്പിന്റെയും ഈ ഹെക്സാഡെസിമൽ കൺവേർഷൻ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. I ടൈപ്പ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. S ടൈപ്പിൽ സിമിലർ തന്നെയാണ്. S ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ SW സ്റ്റോർ വേർഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ആണ് വരുന്നത്. ഈ സ്റ്റോർ വേർഡ് ഇൻസ്ട്രക്ഷനകത്ത് X6, 8 of X9 അത് എന്താണ്, ഇമ്മീഡിയറ്റ് വാല്യൂ വന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജിസ്റ്ററിന്റെ കൂടെ ഒരു പർട്ടിക്കുലർ നാച്ചുറൽ നമ്പേഴ്സ്, ഒരു നമ്പർ, ഒരു കോൺസ്റ്റന്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതിനാണ് അതിന്റെ ഇമ്മീഡിയറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ അവിടെ LW SW തമ്മിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ LW സംബന്ധിച്ചിടത്തോളം അവിടെ -4 ആയിരുന്നു. -4 വന്നതുകൊണ്ട് നമുക്ക് അവിടെ 2's കോംപ്ലിമെന്റ് കാണേണ്ടി വന്നു. പക്ഷെ ഇവിടെ എന്താണ്, ചുമ്മാ 8 ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇമ്മീഡിയറ്റ് എടുക്കണമെങ്കിൽ ജസ്റ്റ് അതിന്റെ എന്താണ് ബൈനറി റെപ്രസെന്റേഷൻ എഴുതിയാൽ മതി. 8 എന്ന് പറയുന്നതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എന്താണ്, 1 ഇട്ടിട്ട് 3 0 ആണ്. അതാണ് ബൈനറി റെപ്രസെന്റേഷൻ. അപ്പൊ എത്ര നമ്പറായി, 4 നമ്പറായി. നമുക്ക് എപ്പോഴും ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് 12 ബിറ്റ് ആയിരിക്കണം. സോ ആ 1 ഇട്ടിട്ട് 4 0 എഴുതിയതിന് 3 0 എഴുതിയതിനു ശേഷം അപ്പൊ 4 എണ്ണായി. ബാക്കി 8 എണ്ണം എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ട്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ സൈഡിലേക്ക് 0 ആഡ് ചെയ്ത് കൊടുത്ത് 12 ബിറ്റ് എന്നുള്ള കൺസിഡറേഷൻ ആക്കുക. എന്നിട്ട് ഇവിടെ ഒരു പ്രത്യേകത എന്താകുക എന്ന് ചോദിച്ചാൽ S ടൈപ്പ് ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഇമ്മീഡിയറ്റ് വാല്യൂവിനെ 2 സ്പ്ലിറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും മോസ്റ്റ് MSB സൈഡിൽ എന്ത് എഴുതും, 5 മുതൽ 11 വരെയുള്ള വാല്യൂസിൽ എന്ത് എഴുതുന്നു, അവിടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ സൈഡിൽ എന്ത് വെക്കുന്നു, എഴുതി വെക്കുന്നു.
ഈ 12 ബിറ്റ് 8 എന്നുള്ള നമ്പറിനെ 12 ബിറ്റിലാക്കി കൺവേർട്ട് ചെയ്തതിനു ശേഷമുള്ള ബൈനറി നമ്പറിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ 7 എണ്ണം ഇവിടെ എഴുതി വെക്കുന്നു, ഇമ്മീഡിയറ്റ് ഫീൽഡിനകത്ത് എഴുതി വെക്കുന്നു. രണ്ടാമത്തെ ഇമ്മീഡിയറ്റ് ഫീൽഡ് നമ്മൾ എഴുതുന്നത് ഇവിടെ ഓപ്പറേഷൻ കോഡിനും F3 കോഡിനും ഇടയ്ക്കായിരിക്കും. അവിടെ 5 ബിറ്റുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ 5 ബിറ്റുകൾ LSB മുതലുള്ളതായിരിക്കും, 5 ബിറ്റുകളായിരിക്കും വരുന്നത്. ആ 5 ബിറ്റുകളുടെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഇമ്മീഡിയറ്റ് 5ഉം ഈ ഇമ്മീഡിയറ്റ് 7ഉം കൂടെ കൂടുമ്പോൾ 12 12 ബിറ്റുകളുടെ റെപ്രസെന്റേഷൻ ആണ് ഇമ്മീഡിയറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എപ്പോഴും ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷനെയും എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷനെയും സംബന്ധിച്ചിടത്തോളം ഐ ടൈപ്പിനകത്ത് ആ 12 ബിറ്റും ഒരുമിച്ച് എഴുതുന്നു. എസ് ടൈപ്പിനകത്ത് 12 ബിറ്റിന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. MSB സൈഡിൽ നിന്നുള്ള ആദ്യത്തെ 7 ബിറ്റിനെ ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ എഴുതുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ ഫീൽഡിൽ എഴുതുന്നു. എന്തുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർഡറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഓർഡർ തെറ്റിച്ച് എഴുതരുത്. അപ്പോൾ ഒരു എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ആദ്യം ഇവിടേറ്റിനകത്ത് ആ 12 ബിറ്റിന്റെ 7 ബിറ്റ് എടുത്ത് എഴുതാവുള്ളൂ. ദെൻ RS2 എന്ന് പറഞ്ഞാൽ സോഴ്സ് രജിസ്റ്റർ ആണ്. രണ്ടാമത്തെ സോഴ്സ് രജിസ്റ്റർ. RS1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സോഴ്സ് രജിസ്റ്റർ ആണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ്, ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഇല്ല. കാരണം നമ്മൾ എന്താണ്, സ്റ്റോർ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്ന സാധനത്തിന് X6 കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ X9ഉം അതുപോലെ തന്നെ X6 ആണ് ഇത് വരുന്നത്, രണ്ട് സോഴ്സ് രജിസ്റ്റേഴ്സ് വരുന്നത്. അതിൽ ആദ്യത്തെ സോഴ്സ് രജിസ്റ്റർ X9 ആയതുകൊണ്ട് തന്നെ RS1 എന്ന് പറയുന്ന ഫീൽഡിൽ 1001 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. 1001 എന്ന് പറയുന്നത് 9ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, 5 ബിറ്റ് ആയിട്ട് വേണം രജിസ്റ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ അവിടെ 0 എന്നുള്ളത് ലെഫ്റ്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ അവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ സോഴ്സ് രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, X6 ആണ്. X6ന്റെ റെപ്രസെന്റേഷൻ 110 ആണ്. ആ 110 3 നമ്പറുള്ള അതിനും 5 ആക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ 2 zeros ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഫംഗ്ഷൻ കോഡ് 010 നമുക്ക് തന്നിട്ടുണ്ടാവും, ഓപ്പറേഷൻ കോഡ് ഇന്നതാന്ന് തന്നിട്ടുണ്ടാവും. SW എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ CPU മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് F3യും OPയും. അപ്പൊ അത് രണ്ടും നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കപ്പോൾ 32 ബിറ്റുകളായി. ആ ഓർഡർ തന്നെ എഴുതണം. ആ ഫീൽഡിന്റെ ഓർഡർ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ആ 32 ബിറ്റിന് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, കൺവേർഷൻ നടത്തുന്നു. കൺവേർഷൻ നടത്തിയിട്ട് നമ്മളൊരു മെഷീൻ കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ശരിക്കും ആക്ച്വലി ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അതിന്റെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹെക്സാഡെസിമൽ ബേസിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഐ ടൈപ്പിന്റെയും എസ് ടൈപ്പിന്റെയും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ആർ ടൈപ്പിന് സെപ്പറേറ്റ് ചെയ്തൊന്നുമില്ല. ആർ ടൈപ്പിന് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ആർ ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇപ്പോൾ ഒരു ഓർ ഇവിടെ തന്നിരിക്കുന്ന ഓർ X4 X5 X6, ഇവിടെ എന്താ പ്രത്യേകത ഇതെന്ന് വെച്ചാൽ ആർ ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫംഗ്ഷൻ 7 എന്ന് പറയുന്നതും F3 എന്ന് പറയുന്നതും OP കോഡ് എന്ന് പറയുന്ന 3 ഫീൽഡും എന്താണ്, മസ്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരണം. കാരണം ഈ 3 ഫീൽഡ് വെച്ചിട്ടാണ് അതൊരു ഓർ ഇൻസ്ട്രക്ഷൻ ആണെന്ന് ആ ഒരു CPU മനസ്സിലാക്കുന്നത്. അപ്പൊ ഓരോ ഇൻസ്ട്രക്ഷന്റെയും എന്താണ് F3 കോഡും അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കോഡും അല്ലെങ്കിൽ ഫംഗ്ഷൻ 7 കോഡും ഒക്കെ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ടേംസ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ തരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും അതെ അങ്ങനെയാണ്, എന്നാലും തരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്താണ്, X4 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് X5 എന്ന് പറയുന്ന രജിസ്റ്ററിലെയും X6 എന്ന് പറയുന്ന രജിസ്റ്ററിലെയും കണ്ടന്റ് ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ X4 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. 4ന്റെ റെപ്രസെന്റേഷൻ 100 ആണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 5 ബിറ്റ് ആകാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ 2 zeros ആഡ് ചെയ്യുന്നു. X5ഉം X6ഉം X6 എന്ന് പറയുന്നത് സോഴ്സ് 1 രജിസ്റ്ററും X5 എന്ന് പറയുന്നത് സോഴ്സ് 2 രജിസ്റ്ററും ആണ്. അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ എഴുതുന്നു. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, X0 മുതൽ X31 വരെ എന്തെങ്കിലും ഒരു രജിസ്റ്റർ നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കണം, 5 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിരിക്കണം. അപ്പൊ ആദ്യം Xന്റെ കൂടെ ഏത് നമ്പർ ആണുള്ളത് അതിന്റെ ബൈനറി ഫോർമാറ്റ് എഴുതുക. ബാക്കി എത്ര കോളമാണോ 5 ആകാൻ വേണ്ടത് അതിനെ സീറോസ് വെച്ച് ഫില്ല് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി. അങ്ങനെ 32 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ എഴുതുന്നു. പിന്നെ ഈ ഓർഡർ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഐ ടൈപ്പിന്റെയും എസ് ടൈപ്പിന്റെയും ആർ ടൈപ്പിന്റെയും ഒക്കെ ഓർഡർ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഐ ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 12 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. എസ് ടൈപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 7 ബിറ്റ് ഇമ്മീഡിയറ്റും പിന്നെ 5 ബിറ്റ് സെപ്പറേറ്റും വരുന്നു. പിന്നെ സോഴ്സ് 1 സോഴ്സ് 2 ഒക്കെ വരുന്നു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാം. അതാണ് ഒരു മെഷീൻ ലാംഗ്വേജ് കൺവേർഷൻ വരുന്നത്. ഇനി നമ്മൾ ഈ സിമ്പിൾ സാമ്പിൾ പ്രോഗ്രാമിന് എങ്ങനെയാണ് ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസർ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ പാത്ത് അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ ഫ്ലോ വരുന്നതെന്ന് നമുക്ക് പഠിക്കണം. അപ്പൊ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, നമ്മൾ ഈ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, മെമ്മറി കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. അവിടുത്തെ സ്റ്റാർട്ടിംഗ് അഡ്രസ് 0x100 എന്ന് കൊടുക്കുന്നു. ആ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെയുള്ള കേസില് ഈ പ്രോഗ്രാം കൗണ്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാം കൗണ്ടറിലേക്ക്
ആ ഒരു പാർട്ടിക്കുലർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് 0x100 എന്ന് പറയുന്നതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ പ്രോഗ്രാം കൗണ്ടർ പറയുവാണ് 0x100 എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തോളുക, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോളുക. ഇനി ഇനീഷ്യൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത്. x5 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിൽ 6 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ട്. x9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 0x2004 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. x9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ x200 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ 10 എന്നൊരു വേരിയബിൾ ആണ്, 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. x9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ 2004 ആണ് സ്റ്റോർ ചെയ്തത് എന്ന് പറയുന്ന ലൊക്കേഷൻ ആണ് സ്റ്റോർ ചെയ്തത്. 200 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനകത്ത് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി ലോഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ LWX6, -4 of x9 എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു, x9 എന്താണ് വരുന്നത് നോക്കുന്നു. x9 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനകത്ത് അല്ലെങ്കിൽ x9 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് അതെങ്ങനെ പറയാം, സിംഗിൾ സൈക്കിൾ പ്രോസസറിന്റെ ഡെവലപ്മെന്റ് അതായത് നോക്കുക, നമ്മളത് ഒരു ഡേറ്റ പാത്ത് പറയുന്നത് എപ്പോഴും സ്റ്റേറ്റ് എലമെന്റുകൾ വെച്ചുകൊണ്ടായിരിക്കും. നമ്മൾ 4 സ്റ്റേറ്റ് എലമെന്റ്സ് പഠിച്ചു. പ്രോഗ്രാം കൗണ്ടർ അഥവാ PC, ദെൻ ഇൻസ്ട്രക്ഷൻ മെമ്മറി, ദെൻ ഒരു രജിസ്റ്റർ ഫയൽ ഉണ്ടാകും, പിന്നെ ഒരു ഡേറ്റ മെമ്മറി ഉണ്ടാകും. അതിനകത്ത് ഈ പ്രോഗ്രാം കൗണ്ടറും ഇൻസ്ട്രക്ഷൻ മെമ്മറിയാണ് ആദ്യം നല്ല ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ സ്റ്റെപ്പായ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി എന്ന് പറയുന്ന ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി എന്ന് പറയുന്ന ടാസ്കിനകത്ത് പെർഫോം ചെയ്യുന്നത് ഈ രണ്ട് സ്റ്റേറ്റ് എലമെന്റുകളാണ്. PC എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ പ്രോഗ്രാം കൗണ്ടറിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു 0x100 ആണ്. അപ്പൊ എന്ത് ചെയ്യും, PCയുടെ ഔട്ടിൽ നിന്ന് ഈ 0x100 വരുന്നു. അതിന് ആര് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു, ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. ആ ഇൻപുട്ട് ആയിട്ട് എടുത്തതിനെ 0x100 എന്ന് പറയുന്ന അഡ്രസ്സിനകത്ത് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് ഇൻസ്ട്രക്ഷൻ മെമ്മറി നോക്കുന്നു. ഈ പർട്ടിക്കുലർ അഡ്രസ്സിനകത്ത് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നത് ഈ മെഷീൻ ലാംഗ്വേജ് ഫോർമാറ്റിലായിരിക്കും, FFC4A303. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ ഇവിടെ റീഡ് ചെയ്യുന്നു. അതാണ് RD എന്ന് പറയുന്ന ഔട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന രജിസ്റ്ററിൽ നിന്ന് പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ്സ് നോക്കിക്കൊണ്ട് ആ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്തെടുത്തു, ഫെച്ച് ചെയ്തെടുത്തു അഥവാ ലോഡ് ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തതാണ് എന്ത് പറയുന്നത്, ഈ ഫെച്ച് ചെയ്തെടുത്ത ഇൻസ്ട്രക്ഷനകത്ത് അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുത്ത ഇൻസ്ട്രക്ഷനകത്ത് എന്തെങ്കിലും ഓപ്പറാൻഡ്സ് വേണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കാരണം ഇപ്പൊ LWX6, -4 of x9 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനകത്ത് x9 എന്ന് പറയുന്ന ഓപ്പറാൻഡ് വേണം, x6 എന്ന് പറയുന്ന ഓപ്പറാൻഡ് ഒക്കെ വേണം. അപ്പൊ x9 എന്ന് പറയുന്ന ഓപ്പറാൻഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ സോഴ്സ് രജിസ്റ്റർ RS1 എന്ന് പറയുന്നത് എന്താണ്, ഈ x9 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻസ്ട്രക്ഷന്റെ ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ ആയിട്ട് A1 എന്ന് പറയുന്ന ഇൻപുട്ടിനകത്തേക്ക്, രജിസ്റ്റർ ഫയലിലെ A1 എന്ന് പറയുന്ന ഇൻപുട്ടിനകത്തേക്ക് ഈ x9 റീഡ് ചെയ്യുന്നു. ആ 9 റീഡ് ചെയ്യുന്നുണ്ടാണ് ഇവിടെ 9 എന്ന് ഇംപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ 9 റീഡ് ചെയ്യുന്ന സമയത്ത് ഈ x9 റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, x9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ആ മെമ്മറി ലൊക്കേഷൻ ആണ് ഇവിടെ RD1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. 0x2004 0x2004 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് x9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സോഴ്സ് ഓപ്പറാൻഡ് നമ്മൾ രജിസ്റ്റർ ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടുന്നതാണ് ഈ മെമ്മറി ലൊക്കേഷൻ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ 0x2004 കണ്ടന്റ് അല്ല നമുക്ക് വേണ്ടത്. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, -4 of 2004 ആണ്. -4 of 2004 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ALU ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇമ്മീഡിയറ്റ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് എടുത്തിരിക്കുന്നത്. ഈ ഇമ്മീഡിയറ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ എത്രയാണോ ഒരു വാല്യൂ ഉപയോഗിച്ചിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ -4 ആണ്, ആ -4ന്റെ കോഡ് എഴുതുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് വാല്യൂ കോഡ് എഴുതുന്നു, എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ALU എന്ന് പറയുന്ന ഓപ്പറേറ്ററിലേക്ക് കൊടുക്കുന്നു. ഇവിടെ നോക്കിക്കേ, സോഴ്സ് SRC-A എന്ന് പറയുന്നത് 0x2004 ആണ്. രജിസ്റ്റർ ഫയലിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന 0x2004. ഇത് എവിടെ സ്റ്റോർ ചെയ്തിരുന്നതാണ്, x9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരുന്ന കണ്ടന്റ് ആണ്. അതിനോട് കൂടി ഒരു അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻ നമ്മളോട് ചെയ്യുവാണ്. ഇമ്മീഡിയറ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ 12 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂ, ആ 12 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂ അഥവാ -4, ആ -4നെ ഈ 0x2004 ആയിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യേണ്ട സെനാരിയോ വന്നു കഴിഞ്ഞാൽ, അപ്പൊ 0x2004 നിന്ന് -4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0x200 എന്ന് പറയുന്ന ALU റിസൾട്ട് ആയിരിക്കും. ഈ 0x200 എന്ന് പറയുന്നത് എന്താണ്, ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. നമ്മുടെ മെമ്മറിയിലുള്ള ഒരു ലൊക്കേഷൻ ആണ് 200 എന്ന് പറയുന്നത്.
ഈ 0x200 എന്ത് വാല്യൂ ആണുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെമ്മറി പോയിട്ട് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. 0x200 എന്ന് പറയുന്ന അഡ്രസ്സിനെ മെമ്മറിയുടെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം അവിടെ വെച്ച് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ആ ഒരു 200 എന്ന് പറയുന്ന അഡ്രസ്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10 എന്ന് പറയുന്ന വാല്യൂ ആണ്, അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന നമ്പർ ആണ്. ആ 10 എന്ന് പറയുന്ന നമ്പറിനെ റീഡ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു, നമ്മള് x6 എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞേക്കണേ. അപ്പൊ ആ റീഡ് ഡേറ്റ എന്ന് പറയുന്ന ഇൻപുട്ടിനെ കൊണ്ട് നമ്മൾ എവിടെ വരുന്നു, രജിസ്റ്റർ ഫയലായ x6 അതാണ് ഇവിടെ 6 വന്നിരിക്കുന്നത്. x6 WD3 എന്ന് പറയുന്ന ഇൻപുട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് WD3 വന്നു കഴിഞ്ഞ് ചോദിച്ചാൽ x6 റൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. x6 റൈറ്റ് ചെയ്യുന്നു. ആ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നത്. റീഡ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത റിസൾട്ട് ബാക്ക് ടു രജിസ്റ്റർ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്നത് x6 ആണ്. അതാണ് ഇവിടെ ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ട്. -4 of x9 ൽ നിന്ന് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ x6 ലോഡ് ചെയ്യുക. അതിനെന്ത് ചെയ്തു, റിസൾട്ടിനെ രജിസ്റ്ററിലേക്ക് ബാക്ക് ചെയ്ത് ഫിറ്റ് ചെയ്തു. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്, പ്രോഗ്രാം കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പ്രോഗ്രാം കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ആയ ലോഡ് വേർഡ് x6, -4 of x9 എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അവിടെ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം കൗണ്ടറിന്റെ ഔട്ടായ 0x100 കൂടി ഒരു ബൈറ്റ് അഡ്രസ്സിംഗ് എന്നുള്ള കൺസെപ്റ്റ് ALU വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു +4 ആഡ് ചെയ്യുന്നു. അതിലേക്ക് +4 ആഡ് ചെയ്യുമ്പോൾ 1004 ആയി മാറുന്നു. ആ ഔട്ട്പുട്ട്, ആ ALUവിന്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, PC നെക്സ്റ്റ് ആയിട്ട്, പ്രോഗ്രാം കൗണ്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് PC നെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. സോ ഇത്രയും സെനാരിയോ ആണ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഡേറ്റ പാത്തിനകത്ത് വരയ്ക്കേണ്ടതും എഴുതേണ്ടതും ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇച്ചിരി ടഫാണ് നമുക്കറിയാം, പക്ഷെ എന്നാലും ആ ഒരു പർട്ടിക്കുലർ ഫ്ലോ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ മതി. നമ്മുടെ ആ ഡേറ്റ ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കേസേ ഉള്ളൂ. ഈ 4 സ്റ്റേറ്റ് എലമെന്റ്സിന്റെ ഇൻപുട്ടുകൾ അറിഞ്ഞിരിക്കുക. 4 സ്റ്റേറ്റ് എലമെന്റ്സ് വെച്ചാൽ പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ മെമ്മറി, രജിസ്റ്റർ ഫയല്, പിന്നെ ഡേറ്റ മെമ്മറി. ഇത് 4 എന്തായാലും ഈ ഫിഗറിൽ ഉണ്ടാവും, ഡേറ്റ പാത്ത് എന്ന് പറയുന്ന ഫിഗറിൽ ഉണ്ടാവും. അപ്പൊ ഈ ഡേറ്റ പാത്ത് എന്ന് പറയുന്ന ഫിഗറിനകത്ത് ഇൻപുട്ട് എന്തൊക്കെയാണ് വരുന്നത്, ഔട്ട്പുട്ട് എന്താണ് വരുന്നത്, എന്താണ് ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ 100 എന്ന് നമുക്ക് ചുമ്മാ കിട്ടിയതല്ല. ഈ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് 100 എന്ന് പറയുന്നത്. അത് അവിടെ ആയിരിക്കും വരുന്നത്, നമുക്കറിയാം. PC ഔട്ട്പുട്ടായിരിക്കും ആ 100 വരുന്നത്. അതിനുശേഷം നമുക്ക് എന്താണ്, ഇൻസ്ട്രക്ഷൻ മെമ്മറിന്ന് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ മെഷീൻ കോഡ്. ആ മെഷീൻ കോഡ് നമുക്ക് ഇവിടെ ഉണ്ട്. മെഷീൻ ലാംഗ്വേജ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു, അല്ലെങ്കിൽ മെഷീൻ കോഡ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ മെഷീൻ കോഡിന് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് എഴുതുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻസ്ട്രക്ഷനകത്ത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതാണ് നമ്മുടെ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന കോർ എലമെന്റിനകത്തേക്ക് വരുന്നത്. ഇവിടെ വരുന്ന 2 രജിസ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് x9 എന്ന് പറയുന്ന രജിസ്റ്റർ, ഒന്ന് x6 എന്ന് പറയുന്ന രജിസ്റ്റർ. അതിനകത്ത് സോഴ്സ് രജിസ്റ്റർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സോഴ്സ് രജിസ്റ്റർ ഏതാണ്, -4 of x9 എന്ന് പറയുന്ന x9 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 9 എന്ന് പറയുന്ന രജിസ്റ്ററിനെ A1 എന്ന് പറയുന്ന ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം ഈ 9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കുന്നു. x9 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് 2004 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ മെമ്മറി ലൊക്കേഷനെ റീഡ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുന്നു, ഔട്ട്പുട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർക്കുന്നത്, നമുക്ക് 2004 വാല്യൂ അല്ല വേണ്ടത്, ആ മെമ്മറി ലൊക്കേഷന്റെ വാല്യൂ അല്ല വേണ്ടത്. പകരം -4 of x9, ആ x9 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് എന്ത് വാല്യൂ ആണ് വരുന്നത്, അതിന്റെ -4, അതായത് അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡ് ആണ്. എക്സ്റ്റെൻഡ് ഇമ്മീഡിയറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഇമ്മീഡിയറ്റ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന, ആ LU ഓപ്പറേറ്ററിൽ വെച്ച് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ അതിന്റെ വാല്യൂ ആണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത് മെമ്മറിയിൽ നിന്ന്. അപ്പൊ 0x2004 കൂടി -4 ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, അത് 200 ആയി റെഡ്യൂസ് ചെയ്യുന്നു. ഈ 200 എന്ന് പറയുന്ന ലൊക്കേഷനിൽ എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. 200 എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് 10 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് ഡേറ്റ മെമ്മറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈ 0x200 നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ മെമ്മറിയുടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ആ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന 10 എന്ന് പറയുന്ന വാല്യൂനെ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ രജിസ്റ്റർ ഫയലായ x6നകത്തേക്ക് WD3 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുന്നു. WD3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ്, നമ്മളത് റൈറ്റ് ചെയ്യുക. x6 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നുള്ള മീനിങ് ആണ് വരുന്നത്. എന്ന് അത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഇൻസ്ട്രക്ഷൻ തീരുന്നത്. അടുത്തൊരു ഡ്യൂട്ടി കൂടിയുണ്ട്. ഈ PC എന്ന് പറയുന്ന പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന പർട്ടിക്കുലർ വാല്യൂവിനെ ഇൻക്രിമെന്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, PC എന്ന് പറയുന്ന ഔട്ട്പുട്ടിലൂടെ വരുന്ന ഇൻസ്ട്രക്ഷനിലേക്ക് ഒരു 4 ആഡ് ചെയ്യണം. 4 ആഡ് ചെയ്യുമ്പോൾ എന്താണോ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് അതിനെ PC നെക്സ്റ്റ് അല്ലെങ്കിൽ PC-യിലേക്കുള്ള അടുത്ത ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. ഇത്രയും സെനാരിയോസ് ആണ്. ഒന്ന് നല്ലപോലെ മനസ്സിലാക്കുക, നല്ലപോലെ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്താണെങ്കിലും സീരീസിന് എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾ. ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ ഒക്കെ മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. നോക്കുക, പഠിക്കുക, ചെയ്യാൻ പറ്റുന്നത്ര എഴുതുക കേട്ടോ. അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ബട്ട് സ്റ്റിൽ
ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കേസുകളേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ഇൻസ്ട്രക്ഷൻ നടക്കുന്നത്, എന്താണ് അവിടെ പെർഫോം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് അവിടെ എക്സാമ്പിളിന്റെ കൂടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻസ്ട്രക്ഷനകത്ത് അല്ലെങ്കിൽ ആ ഒരു സാമ്പിൾ പ്രോഗ്രാം ആണ്. ആ സാമ്പിൾ പ്രോഗ്രാമിനുള്ള ഈ 4 ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിനകത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ മാത്രമേ നമ്മളിപ്പോ സിംഗിൾ സൈക്കിൾ പ്രോസസർ ഡാറ്റ പാത്ത് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞോളൂ. ഈ സ്റ്റോർ വേർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനും ഫിഗർ ഉണ്ട്, ഓർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫിഗർ ഉണ്ട്, ബിക്യു എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫിഗർ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു സിംഗിൾ സൈക്കിൾ ഡാറ്റ പ്രോസസറിന്റെ ഫിഗർ, ഒറ്റ ഫിഗർ വരുന്നത്. നമ്മൾ തൽക്കാലം ഈ ലോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ മാത്രം പഠിച്ചു വെക്കുക, അത് മാത്രം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ വന്നാലും അതിന്റെ മെഷീൻ ലാംഗ്വേജ് എഴുതാൻ പഠിച്ചു വെക്കുക. ഈ 32 ബിറ്റ് ഫീൽഡ് ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ, എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ, ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. അത് മസ്റ്റ് ആയിട്ട് വേണം. എന്നിട്ട് 32 ബിറ്റിന് സ്പ്ലിറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ മെഷീൻ ലാംഗ്വേജ് എഴുതാൻ, ഈ ഒരു കോഡ് എഴുതാൻ. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് അടച്ചു വെക്കരുത്. ഞാൻ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡേറ്റ പാത്ത് ഒന്ന് വരച്ചു നോക്കണം. 4-5 സ്റ്റെപ്പുകളെ വരുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ആണ്. ലൊക്കേഷൻ നോക്കി ആ ഒരു അഡ്രസ് നോക്കിക്കൊണ്ട് ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഫയലിൽ നിന്ന് ഓപ്പറാൻസിനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പറാൻസിനെ റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അതിന്റെ സൈൻഡ് എക്സ്റ്റെൻഡ് ഇമ്മീഡിയറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇമ്മീഡിയറ്റിനെ ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഡേറ്റ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് റൈറ്റ് ബാക്ക് ചെയ്യണം WD3 എന്ന് പറയുന്ന പോയിന്റിലേക്ക്, രജിസ്റ്റർ X6ലേക്ക്. അതിനെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് പ്രോഗ്രാം കൗണ്ടറിന് ഇൻക്രിമെന്റ് ചെയ്യണം. ഇത്രയും സ്റ്റെപ്പുകളാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനകത്ത് വരുന്നത്. സോ ഡേറ്റ പാത്ത്, സിംഗിൾ സൈക്കിൾ ഡേറ്റ പ്രോസസറിന്റെ ഡേറ്റ പാത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ ഫിഗർ ഇൻക്ലൂഡിങ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാരും ഒന്ന് ചാറ്റിൽ വന്നേ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷനെ മൾട്ടിപ്പിൾ സൈക്കിളിലൂടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് മൈക്രോ ആർക്കിടെക്ചർ ആണ്? വേഗം ടൈപ്പ് ചെയ്തേ. ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷനെ മൾട്ടിപ്പിൾ സൈക്കിളിലൂടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ, വിത്തൗട്ട് എനി ഓവർലാപ്പ് ഒന്നും ഇല്ലാതെ. മൾട്ടി സൈക്കിൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മൾട്ടി സൈക്കിൾ മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറയുന്നു. ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ഒരു സിംഗിൾ സൈക്കിളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് വിളിക്കുന്നു? വേഗം ടൈപ്പ് ചെയ്തേ. ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ഒരു സിംഗിൾ സൈക്കിളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൈക്രോ ആർക്കിടെക്ചർ ആണ്. ഇനി അവിടെ ഒരു ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുവാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആയി മാറുന്നു? ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരികയാണ് എങ്കിൽ, അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് അറ്റ് എ ടൈം പെർഫോം ചെയ്യാൻ പറ്റുന്നു. ഇനി സിംഗിൾ സൈക്കിൾ, ഒരു സിംഗിൾ സൈക്കിളിനകത്ത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതാണ് പൈപ്പ് ലൈൻ ബേസ്ഡ് മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പെർഫോമൻസ് അനാലിസിസ് ഓഫ് എ പ്രോസസർ. ഒരു പ്രോസസറിന്റെ പെർഫോമൻസ് അനാലിസിസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സിക്യൂഷൻ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് വിളിക്കും? പെർഫോമൻസ് അനാലിസിസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിക്യൂഷൻ ടൈം ആണ്. ഓക്കെ ഫൈൻ. 2 ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്ക് ഏതൊക്കെയാണ്? ഓക്കെ, സിന്തറ്റിക് ആൻഡ് റിയൽ ആണ് 2 ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസറിന്റെ പെർഫോമൻസ് അനാലിസിസ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞത് എക്സിക്യൂഷൻ ടൈമിന്റെ ഇക്വേഷൻ ആയിരുന്നു. എക്സിക്യൂഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏതെങ്കിലും 2 ടൈപ്പ് ചെയ്തേ. അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം ഈസ് ഈക്വൽ ടു എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ്? ഓക്കെ, നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസിന്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻസിന്, ദെൻ സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ പറഞ്ഞത് എക്സിക്യൂഷൻ ടൈം പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ സിംഗിൾ സൈക്കിൾ പ്രോസസറിന്റെ ഡേറ്റ പാത്തിലേക്ക് പോയത്. 4 സ്റ്റേറ്റ് എലമെന്റ്സ്, അതിനകത്ത് 2 സ്റ്റേറ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 സ്റ്റേറ്റ് എലമെന്റ്സ് ഏതൊക്കെയാ? ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പില് ഫെച്ച് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം എ മെമ്മറി, അതിനകത്ത് ആ ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ വരുന്ന സ്റ്റേറ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ 4 സ്റ്റേറ്റ് എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയാൻ പറ്റുമോ? ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഇതിനകത്തുള്ള 2 സ്റ്റേറ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? എവിടെ നോക്കിയാ ഫെച്ച് ചെയ്യണേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്രസ്സിനെ റീഡ് ചെയ്യുന്നു. അഡ്രസ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ രജിസ്റ്റർ എന്താ പറയാ? ഓക്കെ, PC, പ്രോഗ്രാം കൗണ്ടർ. ഈ പ്രോഗ്രാം കൗണ്ടറിലുള്ള അഡ്രസ് വെച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എവിടെ നിന്നാ ഫെച്ച് ചെയ്യാം? അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിയാണ് എന്ത്? ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന
രജിസ്റ്റർ കൺസെപ്റ്റ് ആണ് ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്നത്. 4 സ്റ്റേറ്റ് എലമെന്റ്സ് ഉണ്ട്. 4 സ്റ്റേറ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർക്കിടെക്ചർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന 4 ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് ആണ്. ഈ 4 ചതുരക്കട്ടകളാണ് ആ പർട്ടിക്കുലർ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ് എലമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ് എലമെന്റ് ആണ് PC എന്ന് പറയുന്നത്. ഈ PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ആണ്. ഒരു ഇൻസ്ട്രക്ഷന്റെ സ്റ്റാർട്ട് എവിടെയാണ്, അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ PC എന്ന് പറയുന്ന പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റർ. ഈ പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഒരു PC ഔട്ട് ഉണ്ടാകും, PC നെക്സ്റ്റ് ഉണ്ടാവും. PC ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് കൊടുക്കുന്നതാണ് എങ്ങോട്ടേക്ക്, ഇൻസ്ട്രക്ഷൻ മെമ്മറിയിലേക്ക്. ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് ഓഫ് എന്താണ്, ഒരു സ്റ്റേറ്റ് എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോർ ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. ഈ ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റിന് ഒരു ഇൻപുട്ടിന് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒരു ഔട്ട്പുട്ടിന് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു A ആയിരിക്കും, അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈബ്രറി പോയി ഇപ്പൊ ഒരു നമ്പർ പറയുന്നു, ആ നമ്പറിനനുസരിച്ചുള്ള ബുക്ക് എടുക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ഈ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു, അഡ്രസ് അനുസരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യുന്നു. അതാണ് ഈ RD എന്ന് പറയുന്നത്, റീഡ് ഡേറ്റ എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ആ റീഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ 0xFFC. ഈ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണിത്. അതിന് നമ്മൾ റീഡ് ചെയ്തിരിക്കുന്നു. സോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് എലമെന്റ് ആണ് എന്ന് വിളിക്കുന്നത് ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പറാൻഡുകൾ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിനെ കൊണ്ടുവരണം. ആ രജിസ്റ്റേഴ്സിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്നത്. ഈ രജിസ്റ്റർ ഫയലിനകത്ത് നമുക്ക് A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള എന്തുണ്ട് ഇൻപുട്ടുകളുണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മൾ A1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് ഒരൊറ്റ സോഴ്സ് രജിസ്റ്റർ അവിടെ വരുന്നുള്ളൂ. ആ സോഴ്സ് രജിസ്റ്റർ ആണ് എന്ത്, X9 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 9 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 9 എന്നുള്ളത് A1 എടുക്കുന്നു. അപ്പൊ X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അവിടെ നിന്ന് അത് രജിസ്റ്റർ ഫയൽ റീഡ് ചെയ്യുന്നു. അതാണ് RD1 എന്ന റീഡ് വന്നിരിക്കുന്നത്. ആ റീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കണ്ടന്റ് ആണ് 0x2004 എന്ന് പറയുന്നത്. 0x2004 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് നമ്മൾ ഈ X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ റീഡ് ചെയ്തത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷനകത്ത് -4 ഓഫ് X9 എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇമ്മീഡിയറ്റ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സൈൻ ഇമ്മീഡിയറ്റ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇമ്മീഡിയറ്റ് എന്നൊരു സ്റ്റെപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ -4നെയും കൂടെ കൂടി ഒരു ALU ഓപ്പറേറ്റർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ 2004ലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ALU എന്ന് പറയുന്നത് അതിനകത്ത് സോഴ്സ് A ആയിട്ട് 2004ഉം രജിസ്റ്റർ ഫയലിൽ നിന്ന് വരുന്ന ഇൻപുട്ടും സോഴ്സ് B ആയിട്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് വാല്യൂവിൽ നിന്ന് വരുന്ന വാല്യൂ -4 എടുക്കുന്നു. 2004നോട് -4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 200 ആയി മാറുന്നു. ഈ 200യിലാണ് എന്തിരിക്കുന്നത്, 10 എന്ന് പറയുന്ന വാല്യൂ മെമ്മറി ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ 200 എന്ന് പറയുന്ന അഡ്രസ് വെച്ചുകൊണ്ട് ഡേറ്റ മെമ്മറി പോയിട്ട് എന്താണോ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 10 എന്ന് പറയുന്ന വാല്യൂ, ആ 10 എന്ന് പറയുന്ന വാല്യൂനെ റീഡ് ചെയ്ത് എവിടെ കൊണ്ടുവരുന്നു, ഈ X6 എന്ന് പറയുന്ന രജിസ്റ്റർ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. WD3 എന്ന് പറയുന്നതിലേക്ക് ഇൻപുട്ട് കണക്ഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. 6 എന്ന് പറഞ്ഞാൽ X6 രജിസ്റ്റർ. ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇത്രയുമാണ് ആ ലോഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനകത്ത് നടക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കുള്ളൂ. സോ ഈ 0x100 എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ എടുത്തിട്ട് അതിനകത്തേക്ക് 4 ആഡ് ചെയ്യുന്നു. എന്തുകൊണ്ട് 4 ആഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ബൈറ്റ് അഡ്രസ്സിംഗ് ആണ്. 32 ബിറ്റിന് 8 ബിറ്റുകളുള്ള 4 ബൈറ്റ് ആക്കി മാറ്റുന്നു. ആ 4 ബൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് 4 ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ 100ലേക്ക് 4 ആഡ് ചെയ്യുമ്പോൾ 1004 ആണ് നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് മനസ്സിലാകുന്നു. ഈ സെയിം റെപ്പിറ്റേഷൻ സ്റ്റെപ്പ് പിന്നെയും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഒരു സിംഗിൾ സൈക്കിൾ ഡാറ്റ പ്രോസസറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡാറ്റ പാത്ത് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക, നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞത് കേട്ടതും അതും കൂടെ വെച്ച് ഇപ്പൊ തന്നെ വായിച്ചു നോക്കുക, ഓക്കെ ആവും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം കേട്ടോ.